ഇതെന്റെ ഒരു റിവെഞ്ച് ആണല്ലോ നമ്മളെ കല്യാണം കഴിച്ചത്. നമ്മൾ ആ സമയത്ത് ശരിക്ക് ഇവളെന്റെ ബെസ്റ്റ് ആണെന്ന് പറയാൻ വേണേലും +2 കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിന് രാമരാമ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വീട്ടിൽ ഇവള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജിലേ എടാ നമുക്കേ പിന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അടിപൊളിയാണ്, അത് നോക്കിക്കോളൂ പറഞ്ഞു. നമ്മുടെ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എടുത്ത ഒരു ശപിക്കപ്പെട്ട ഒരു ആത്മാവായി ഞാൻ ഒരു റിവെഞ്ച് ചെയ്യാം. അങ്ങനെ ഞാൻ ഇവളെ പ്രേമിച്ചു. ഒരു പണി കൊടുത്തു. അന്യപുരുഷന് അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനോ കോഴ്സ് പറഞ്ഞു കൊടുക്കാനോ പോരുത്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, പെട്ടെന്ന് ഒരു ദിവസം മോഹൻലാൽ ചുമ്മനെ കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ടല്ലോ, മമ്മൂട്ടിയൊക്കെ വിളിച്ചിട്ട് കൊള്ളാം നന്നായി എന്നൊക്കെ നമ്മളങ്ങനെ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടറൊക്കെ വിളിച്ചിട്ട് നമ്മൾ വിളിച്ചിട്ട് അടുത്ത പടത്തില് നീ ഉണ്ട്. പക്ഷേ ഇത് എല്ലാവരും ആബാലവൃദ്ധം ജനങ്ങള് നമ്മളോട് ചോദിച്ചു, വേറെ പണിയില്ലേ? വീട്ടില് വൻ അടിയാ, ഭയങ്കര അടിയായിരിക്കും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടിയായ വീഡിയോ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പോകുന്നത് അല്ലെ? അത് കാണാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഇവള് ദേഷ്യപ്പെട്ട് കരയും. നമ്മൾ ചിലപ്പോ അന്നത്തെ ദിവസം വീഡിയോ ചെയ്യില്ല. പിന്നെ അന്ന് അടുക്കള അവധി, കക്കൂസ് അവധി. അടുക്കള ഉണ്ടെങ്കിലല്ലേ കക്കൂസുള്ളൂ. നമ്മളെല്ലാ വീഡിയോസിലും ഒരാളുടെ സ്വഭാവത്തിനെയാണ് എടുക്കാറ്, അല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. ചില ആളുകളൊക്കെ പേഴ്സണലി മെസ്സേജിട്ടോ മൂപ്പരിക്ക് അങ്ങ് കൊണ്ടു, മൂപ്പരങ്ങ് അങ്ങനെയൊന്നുമില്ല. മൂപ്പര് നമ്മുടെ ശത്രു അല്ലെ, മൂപ്പര് എൻ്റെ കണ്ണിൽ പൊടിയിടുകയോ അല്ലെ മൂപ്പര് മുളക് വാരി എറിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനൊന്നും ഒരിക്കലും കഴിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് എന്ന് പറയില്ല. ഒരാൾക്ക് അസുഖം ബാധിച്ച് കിടക്കുകയാണെന്ന് വെച്ചോ, അപ്പം അയാളെക്കുറിച്ച് നമ്മൾ ജെന്യൂനായിട്ട് ഞാൻ പറയണം, ഇന്ന ആൾക്ക് ഇന്ന രോഗമാണ്. ആ സമയത്ത് നമുക്ക് എന്തിനാ ഈ ബാക്ക്ഗ്രൗണ്ട് BGM? നമ്മൾ അവിടെ KGF-ന്റെ BGM ആയിരുന്നു കുറേ കാലം നടന്നുകൊണ്ടിരുന്നത്. ഒരാള് ഗർഭിണിയായാൽ അപ്പം തുടങ്ങുന്നൊരു കോണ്ടന്റ് ഉണ്ട്. നിങ്ങളിങ്ങനെ ഗർഭം ഉണ്ടാക്കിയ ഒരു കോണ്ടന്റാണ്. പിന്നെ ഫുൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും റോട്ടിൽ പോയിട്ട് ഡാൻസ് ചെയ്യുക, അതിന് താഴെ കുറേ ആളുകൾ കമന്റ് ചെയ്യുക, കുഞ്ഞ് അറിയുന്ന പോലും ഇല്ല, ആ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ അമ്മയെ കുറിച്ച് തെറി പറയാ. അപ്പം അതിന് നമ്മൾ തിരിച്ച് പിന്നെ ചീത്ത പറയാ. അപ്പം ഈ നെഗറ്റിവിറ്റി മാത്രമാണ് അതിൻ്റെ അകത്ത് സ്പ്രെഡ് ആവുന്നത്. ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ കായംകുളത്ത് പോയിട്ട് ആരെയോ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പോലീസ് കേസ് ഉണ്ടായിരുന്നു. ഒരു വീഡിയോ ചെയ്തപ്പോൾ ഭയങ്കര തെറി വരുമോ. അപ്പം ഞാൻ അവനോട് ഒറ്റ കാര്യം പറഞ്ഞല്ലോ, നീ സ്ഥിരമായിട്ട് കമന്റ് കഴി, അങ്ങനെ ആകുമ്പോൾ എൻ്റെ വീഡിയോ കുറച്ചുകൂടി റീച്ച് ആവും. പിന്നെ അവൻ പിന്നെ കമന്റ് ചെയ്യുന്നില്ല, അത് മോശം പരിപാടിയല്ല. നീ തെറി വിളിച്ചോ, നീ ആരെ വേണേലും തെറി വിളിച്ചോ. അവ ഇരുന്ന് ചെയ്തോണ്ട് അയ്യോ ഇവൻ നന്നാവും. ഫസ്റ്റ് ടൈം ഒക്കെ എനിക്കത് വിഷമായിരുന്നു. അമ്മയും മോനുമാണ്, അമ്മയും മോനെ പോലെ ഉണ്ടല്ലോ കാണാൻ. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്താണ്? ഈ പേര് മാറ്റിയിടാന്നുള്ളത് അത് ആരുടെ ബുദ്ധിയായിരുന്നു ശരിക്കും പറഞ്ഞാല്? അതൊരു എസ്കേപ്പിസം ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്തായാലും തെറി പറയും. നല്ല വീഡിയോ ആണെങ്കിൽ പറയും, അയ്യേ ഇതിനേക്കാളും നല്ല വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാന്ന് പറയും. മോശം വീഡിയോ ആണെങ്കിൽ ഒബ്വിയസ്ലി തെറി കിട്ടുമല്ലോ. ബോധപൂർവമായിട്ട് അങ്ങനെ വെച്ചു, തെറികളൊന്നും ദേഹത്ത് കൊള്ളണ്ട. ഹലോ ആൻഡ് വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും അതുപോലെ ഒരുപാട് എന്റർടൈൻ ചെയ്യിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് മലബാറി കഫേ. മലബാറി കഫേ ഫാമിലിയാണ് നമ്മളോട് ഉള്ളത്. വെൽക്കം. ദിനേശൻ സുലു, കറക്റ്റ് ആണോ? കറക്റ്റ് പോലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, നിങ്ങൾ ദിനേശനും സുലു ആണോ? എല്ലാരും അങ്ങനെ കൂടുതൽ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദിനേശനും സുലു അല്ല, വിജിലും അംബികയാണത്. ഈ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും നോർമലി ഉണ്ടാവാറുണ്ടോ? വീഡിയോ കണ്ടിട്ട് മാത്രം അറിയുന്ന ആളുകൾക്ക് നമ്മുടെ ശരിക്കുള്ള പേര് അറിയുന്നുണ്ടാവില്ല. അടുത്തൊന്ന് സംസാരിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കല്ലോ, ചിലപ്പോ ആ വീഡിയോയിൽ കണ്ടതുപോലെ ചിലപ്പോൾ ആൾക്കാർ എടാ കള്ള ദിനേശ ചോദിച്ചിട്ട് ചോദിക്കുമ്പോൾ നമ്മള് ചിരിച്ചിട്ട് അവസാനം ചേട്ടാ എന്റെ പേര് ദിനേശൻ എന്നല്ല. ഈ ഇച്ചിരി വയസ്സായ ആളുകൾ, ഇപ്പൊ ഞങ്ങള് ഗുരുവായൂർന്ന് വരുന്നത്. ഗുരുവായൂർന്ന് വരുമ്പോൾ ഒരു സെക്യൂരിറ്റി ചേട്ടന് നല്ല പ്രായമുണ്ട്. അപ്പം ആദ്യം ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ദിനേശ് ചേട്ടാ അങ്ങനെ. അപ്പോഴ് എല്ലാവർക്കും ദിനേശ് ചേട്ടൻ. അപ്പോഴ് നമ്മുടെ പിന്നെ മിക്കവരും ആ ഒരു പേരിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അറിയുന്ന ആളുകളാണെങ്കിൽ, ഇപ്പൊ എന്നെ അറിയുന്ന ആളാണ് വിജിൽ എന്നാണ് എന്റെ പേര്, ഇവളുടെ പേര് അംബിക എന്നാണ്, മോളുടെ പേര് സാഷ്ട എന്നല്ല ജാൻവി എന്നാണ്. അവളുടെ സ്കൂളിലൊക്കെ പിന്നെ അവള് സാഷ്ടയല്ല ജാൻവിയാണെന്നൊക്കെ അറിയുമ്പോൾ അവർക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ടാകാറുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങൾ ആ ഒരു പേരിലാണ് വീഡിയോ ചെയ്യുന്നത് വെച്ചിട്ട്. അപ്പൊ
എന്നെ അറിയുന്ന ആളെ ഇവളെ അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവരെന്നോട് പറയും പിന്നെ എന്താ വിജില സുലേച്ചിനോട് ചോദിച്ചെന്ന് പറയുന്നത്. മിക്ക ആൾക്കാർക്കും അറിയില്ല ആ പേര്. ഈ കുഞ്ഞിന് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവോ? സാഷ്ടയാണോ ജാൻവി ആണോ കൺഫ്യൂഷൻ ഉണ്ടാവോ? ജാൻവിയുടെ ശരിക്കും പേരെന്താ? ജാൻവി. ഇപ്പൊ സാഷ്ട ആരാ? ജാൻവി തന്നെയാ. അപ്പൊ നിങ്ങള് രണ്ടാളും നമുക്ക് വീഡിയോസിലൂടെ ദുബായിലാണ് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്താണ് നമ്മൾ ഈ കണ്ടന്റ്സിലൂടെ മാത്രമേ കാണൂ. നിങ്ങളല്ലാണ്ട് നിങ്ങളുടെ ഫാമിലി വ്ലോഗ്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അധികം ഒന്നും ഇടാറില്ല. എല്ലാം കണ്ടന്റ്സ് ആണല്ലോ. ശരിക്കും റിയൽ ലൈഫില് എന്താണ് രണ്ടാളും, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ ദുബായിലാണ്. ഞാൻ എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്നു ഓപ്പറേഷൻ ഏജന്റ് ആയിട്ട്. ഇവള് എഞ്ചിനീയർ ആണ്, പക്ഷെ ഇപ്പോഴും വീട്ടില് ഹോം മേക്കർ ആണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി. ഓക്കെ. ഈ പേര് മാറ്റിയിടാന്നുള്ളത് അത് ആരുടെ ബുദ്ധിയായിരുന്നു ശരിക്കും പറഞ്ഞാല്? അല്ല, അത് ബുദ്ധിയേക്കാള് അതൊരു എസ്കേപ്പിസ് ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്തായാലും തെറി പറയും. അപ്പം നല്ല വീഡിയോ ആണെങ്കിൽ പറയും അയ്യേ ഇതിനേക്കാൾ നല്ല വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാന്ന് പറയും. മോശം വീഡിയോ ആണെങ്കിൽ ഒബ്വിയസ്ലി തെറി കിട്ടുമല്ലോ. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ഇപ്പം വിജിൽ എന്നാണ് എൻ്റെ പേര്. ഇപ്പം നിന്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ കൊള്ളും ചിലപ്പോൾ. ദിനേശ് എന്ന് പറയുമ്പോൾ ദിനേശിൻ്റെ വീട്ടിൽ കൊണ്ടും. ഞാൻ നമ്മൾ ആ ഒരു ബോധപൂർവമായിട്ട് അങ്ങനെ വെച്ചു. ആ തെറികളൊന്നും ദേഹത്ത് കൊള്ളണ്ട. പ്രത്യേകിച്ച് അമ്പിക്കൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സുലു എന്ന് പറയുമ്പോൾ കമന്റ് നോക്കിയിട്ട് സുലു അല്ലേ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഏതോ സുലുവിനും ഏതോ ദിനേശിനും ചീത്ത വിളിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ചില ആൾക്കാരൊക്കെ ഒറിജിനൽ പേര് അന്വേഷിച്ച് പിടിച്ചിട്ട് ചീത്ത വിളിക്കുന്നു. അങ്ങനെയുണ്ട്. അതിലവരൊരു ഒരു അവരുടേതായിട്ടുള്ളൊരു പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയ ആളെ മനസ്സിലാക്കി ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയായിരുന്നു? ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് വർഷങ്ങളായിട്ട് നല്ല പരിചയമുള്ള ഒരു സിങ്ക് ആയിട്ടുള്ള മെയ്ഡ് ഫോർ ഈച്ച് അതർ വൈബാണ്. എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടുമുട്ടിയത്? ഇവളെന്റെ പുറകെ നടന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ എങ്ങനെ ലവ് മാരേജ് ആണോ? പക്ക ലവ് മാരേജ് ആയിരുന്നോ? പക്ക ലവ് മാരേജ് അല്ല, ലവ് ആയിരുന്നു. അത് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം അത് മാരേജിലോട്ട് പോയി. +1 +2 ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ആ സമയത്ത് പ്രേമൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഭയങ്കര സ്റ്റഡീസ് ആയിരുന്നു ഇവള്. അപ്പൊ അത് കഴിഞ്ഞ് നല്ല പഠിപ്പായിരുന്നു. ആദ്യത്തെ 3-4 പിള്ളേരിൽ ഇവളുണ്ടാവും. 3-4-5 അല്ലേ? പഠിക്കുന്ന കുറച്ച് പെൺപിള്ളേരുണ്ടാവല്ലോ. അപ്പൊ ഇവര് എക്സാമിന് പിന്നെ മാർക്ക് വാങ്ങിക്കുക, അത് തന്നെയാണ് ഇവരുടെ മെയിൻ സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. തോൽവി വേണ്ട. ഇപ്പൊ 18 മാർക്കാണ് പാസ് മാർക്കെങ്കിൽ 19 കിട്ടി കഴിഞ്ഞാൽ നാണക്കേടാണല്ലോ. 19 മാർക്കല്ലേ ഉള്ളു. അങ്ങനെ ഒരിക്കൽ തോറ്റു അല്ലേ? മാത്സ് ടെസ്റ്റ് പേപ്പറിൽ അധിക പേരും തോറ്റു. തോറ്റോ? പിന്നെ നന്നായിട്ട് തോറ്റു. അപ്പം തോറ്റു. അതൊന്ന് ക്ലാസ് ടെസ്റ്റ് പോലത്തെ എന്തോ പരിപാടിയാ. അപ്പൊ തോറ്റു. അതൊരു സർപ്രൈസ് പിന്നെ ടെസ്റ്റ് എങ്ങനെയായിരുന്നു. തോറ്റപ്പോ അംബിക ആകെ വല്ലാതെ. അപ്പം ഞാൻ പിന്നെ നോക്കുമ്പോ കുറെ ആൾക്ക് മെജോറിറ്റി തോറ്റു. അപ്പൊ നമുക്ക് അത് വീട്ടിൽ പറയാം എല്ലാവരും തോറ്റു ഞാനും തോറ്റു എന്ന് പറയാം. പക്ഷെ അംബിക അങ്ങനെയല്ല. അംബിക എന്ത് ചെയ്തു, ഈ പേപ്പറൊക്കെ എടുത്ത് വീണ്ടും റീവാല്യൂ ചെയ്തിട്ട് അവള് സാറിൻ്റെ അടുത്ത് പോയിട്ട് ഇവള് പാസ്സായി. അവിടെ മാർക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാർ എന്തോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കരുത്, മൂപ്പ ഇവളെ എങ്ങനെ ഒഴിവാക്കാം, അത് ഓക്കെ 2 1 2 3 പഠിക്കുന്ന കുട്ടിയും കൂടെ ഇവളെ ഇതാക്കി. അതിന് തിരിച്ചു വരുമ്പോൾ ഇവളുടെ ആദ്യത്തെ ചതി തുടങ്ങുന്ന അവിടെ. തിരിച്ചു വരുമ്പോൾ ഇവള് ചിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചിരി? അപ്പൊ ഒന്നുമില്ലടാ കുഴപ്പമില്ലടാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തോറ്റുപോയി എന്ന് പറഞ്ഞു. അവള് കുഴപ്പമില്ലടാ. പിന്നെ നോക്കി ഇവള് ജയിച്ചിരിക്കുന്നു. അതല്ല എനിക്ക് മനസ്സിലാവത്തെ, എപ്പോഴും താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോ തന്നെ ചേച്ചി ചേച്ചിക്ക് ഇതെന്റെ ഒരു റിവെഞ്ച് ആണല്ലോ കല്യാണം കഴിച്ചത്. +2 കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്കാകെ അറിയാം എഞ്ചിനീയറിംഗും MBBS-ഉം. നമുക്കതേ എല്ലാ ആൾക്കാരും അതാണല്ലോ ചൂസ് ചെയ്യുന്നത്. പെൺപിള്ളേർക്കാണ് ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാം. ഇപ്പോഴെല്ലാം എല്ലാരും പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി അങ്ങനെ. ഒരു ദിവസം വിളക്ക് വെച്ച് നമ്മള് ദൈവത്തിന് രാമരാമ പാടിക്കൊണ്ടിരിക്കുമ്പോ ഒരു കോള് വീട്ടില്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടോ? ഇല്ല, വല്ല ഒരാവശ്യമില്ല വിളിക്കണ്ടേ. ലാൻഡ് ഫോണിൽ വിളിക്കുന്നതാണ്. നമ്മള് വിളിക്കും ആ സമയത്ത് നമ്മുടെ ഏത് കോഴ്സാണ് ചേരേണ്ടതെന്ന് ചോദിക്കും. ഇവർക്ക് ഇവരുടെ ബോൺവിറ്റ ടീമുണ്ട്. ഇവര് 2-3-4 പെൺപിള്ളേരൊക്കെ ഉണ്ട്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. പാവം എന്നെ പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജിലേ എടാ നമുക്കേ പിന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അടിപൊളിയാണ്, അത് നോക്കിക്കോളൂ പറഞ്ഞു.
അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. ചേട്ടൻ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ കോഴ്സ് നോക്കുന്നുണ്ടെന്ന്? ഞാൻ ഇവളുമായിട്ട് യാതൊരു ബന്ധമില്ല എനിക്ക്. ഇവളെ +2 കണ്ട ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവളെന്നെ വിളിച്ചിട്ടുണ്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അടിപൊളി സംഭവമാണ്. അപ്പൊ ഞാൻ അവിടെ ഇവിടെ ആൾക്കാരോടൊക്കെ ചോദിച്ചു. അപ്പൊ ആൾക്കാർക്ക് വലിയ ധാരണയില്ല. പക്ഷെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു നല്ല ചോയ്സാണ്. കോഴ്സ് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ ബേസിക് 1 ലക്ഷമാണ് സാലറി കിട്ടും. അപ്പൊ എനിക്ക് ഇവളോട് ഭയങ്കര സന്തോഷമായി. കാരണം ഇവള് ഒരു അന്യപുരുഷൻ ഇങ്ങനെ ഒരു കോഴ്സ് പറഞ്ഞു കൊടുത്തല്ലോ ഇവള്. അതെ അതെ അതെ. അപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞു. ഞാൻ ഇവിടെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ബാംഗ്ലൂരിൽ പോയി. ഇവള് ഇവിടെ ഏതോ ഒരു എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് ഇവള് പോയി. നല്ല കോഴ്സ് ആയിട്ട് അവർക്ക് മനസ്സിലായി മറ്റേലെന്തോ പ്രശ്നമുണ്ടെന്ന്. അല്ല അത് നമ്മള് വീട് വിട്ട് മാറി നിൽക്കണമല്ലോ. അവൾ ആ സമയത്ത് ശരിക്ക് ഈ ടേം കൊറോണക്ക് ശേഷമുള്ള ടേം യൂസ് ചെയ്യണം. ഇവളെന്റെ ബെസ്റ്റ് ആണെന്ന് പറയാൻ വേണേല്. ഇപ്പൊ ഇന്ന ആള് എന്നെ പ്രേമിക്കാൻ നോക്കി എന്നൊക്കെ ഇവള് പറയുന്ന ഒരു സമയമാണ്. ഞാൻ ഇവക്ക് ബെസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവളെനിക്ക് ബെസ്റ്റ് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞു ഞാൻ കോഴ്സ് അവിടെ ബാംഗ്ലൂർ പോയപ്പോഴാണ്. അപ്പൊ അതുവരെ നമുക്ക് പ്രേമൊന്നുമില്ല. എനിക്ക് എന്തോ പ്രേമ വിരോധി എന്നുള്ളൊരു രീതിയായിരുന്നു എനിക്ക്. ഇവളും ഏകദേശം ഞാനും അതെ. എനിക്കും ഈ പ്രേമിക്കുന്ന ആൾക്കാരെ സ്റ്റഡീസ് പഠിക്കാത്ത പിള്ളേരാണ് ഈ പ്രേമിച്ച് നടക്കുക, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്കും. ഇഷ്ടമല്ല അവരെ എനിക്കും അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം കോഴ്സ് കഴിഞ്ഞപ്പോൾ ഇവിടെ റിസഷൻ വന്നു. ക്രൂഡ് ഓയിലിന്റെ വില അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഭയങ്കര ഒരു പോയിന്റിലേക്ക് എത്തി. ആരെയും ഹയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നു. അപ്പോഴും ഇവള് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കി ഇതെന്താ നമുക്ക് ജോലി ശരിയാവുന്നില്ല. എവിടെ നോക്കിയിട്ട് എവിടെ പോയാലും ആർക്കും വേണ്ട. നമ്മളെ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എടുത്ത ഒരു ശപിക്കപ്പെട്ട ഒരു ആത്മാവായി ഞാൻ. ഇവളപ്പോഴും ഇരുന്ന് കളക്ടർ ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞിട്ടില്ല. ഇല്ലല്ല, ഇവള് ആദ്യം ഡിപ്ലോമ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയറിംഗ് ലാറ്ററൽ എൻട്രി അങ്ങനെ പോവാണിത്. ഈ വണ്ടി എങ്ങനെ പോവാ. അപ്പോഴെനിക്കൊരു ഒരു ദേഷ്യം, ഒരു റിവെഞ്ച് ചെയ്യാം. അങ്ങനെ ഞാൻ ഇവളെ പ്രേമിച്ചു. ഒരു പണി കൊടുത്തു. അവള് മനസ്സിലാക്കണല്ലോ എങ്ങനെയാണ് ഇങ്ങനെ അന്യപുരുഷന് അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനോ കോഴ്സ് പറഞ്ഞു കൊടുക്കാനോ പോരുത്, ഒരിക്കലും പോരുത്. അങ്ങനെയായിരുന്നു അപ്പൊ നിങ്ങളുടെ ഒരു പ്രേമം. എന്നിട്ട് ആരാ ചേട്ടൻ പ്രപ്പോസ് ചെയ്തു? അപ്പോഴുള്ള റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഉടനെ ഓക്കെ പറഞ്ഞു. ഞാൻ പറയാൻ വേണ്ടി കാത്തിരിക്കരുത്. അതല്ല, എന്നോട് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. അല്ല, അതിപ്പോ നമുക്ക് ഈ മെസ്സേജിന്റെ ഒക്കെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ നമ്മൾ ആ മെസ്സേജ് പാക്കേജ് ഒക്കെ ചാലു ആക്കി നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി എന്റെ ഈ മെസ്സേജിന്റെ പാക്കേജ് വസൂലാവുന്നു. കാരണം ഇവളുടെ സംസാര രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ഈ പെമ്പിള്ളാരുടെ കാര്യമല്ലേ, ചിരിച്ച് കളിച്ച് എനിക്ക് നിന്നെ പോലെ ഒരുത്തന്നെ മതി, പക്ഷെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞാലോ അങ്ങനെയും പറയാലോ. അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ അവിടെയുള്ള നമ്മുടെ നാട്ടിൽ പിന്നെ അഭ്യസ്ത വിദ്യരായ പിന്നെ ജോലിയില്ലാത്ത കുറേ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം ജോലി കിട്ടാം. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നീ കറക്റ്റ് വഴിയിലൂടെയാണ് പോകുന്നത്, പ്രേമിച്ചോ, കല്യാണം കഴിച്ചോ, അവൾ എഞ്ചിനീയർ ആവും, ഒന്നുമില്ല അവളുടെ ചിലവിലെങ്കിലും നിനക്ക് ജീവിക്കാന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ ഞാൻ ഒരു ദിവസം ധൈര്യം സംഭരിച്ച് ഇവളോട് ഒരു വളരെ സിംബോളിക്കായിട്ട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പൊ അവതരിപ്പിച്ചപ്പോഴേ ഉള്ളൂ ഈ ചാഞ്ഞവരം വീണില്ല എന്ന് പറഞ്ഞ പോലെ ഒറ്റ വീഴ്ചയായിരുന്നു. ചേച്ചിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ ചേട്ടനോട്? പിന്നെ ഇല്ലേ, നല്ല ഫ്രണ്ട് ആയത് കാരണം അങ്ങനെ പ്രേമം അങ്ങനെ ഇവർക്ക് ഒരുപാട് പേര് ഇഷ്ടമുണ്ടാവും. പ്രേമം അല്ല, ഇപ്പൊ പറയും നമ്മുടെ കൂട്ടത്തിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയും കുറച്ച് പേരല്ലേ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്നോട് ചോദിച്ചപ്പോ എനിക്ക് നോ പറയാൻ പറ്റിയില്ല. ഒരാളെ വേദനിപ്പിക്കുന്ന എനിക്കത് ഇഷ്ടമല്ല. ഇവളോട് ഇതിനു മുമ്പേ പാവപ്പെട്ട 2-3 പേര് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അവരെ എന്തുകൊണ്ട് വേദനിപ്പിച്ചില്ല, അത് നിങ്ങൾ ചോദിക്കണം. അതെന്തുകൊണ്ട് വേദനിപ്പിച്ചില്ല ചേച്ചി? എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അവരുടെ മനസ്സിൽ വേദനിച്ചില്ലേ? ഇപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായ ഞങ്ങളുടെ സയൻസ് ആയിരുന്നു. കൊമേഴ്സ് ഉണ്ട്, വേറെ അങ്ങനെ സ്ട്രീം ഉണ്ടാവല്ലോ. ഇതിപ്പോ പറഞ്ഞു നമ്മുടെ ഈ അവീത കഥകളാവോ ഇവിടെ മൊത്തമായിട്ട് കഥകളാവോ? എന്നിട്ട് വീട്ടിലൊക്കെ എങ്ങനെ നിങ്ങൾ പറഞ്ഞ് സമ്മതിച്ചു? ഒരേ ഏജിലുള്ളവര് ഒന്നിച്ച് പഠിച്ച ആളുകള് വീട്ടിലൊക്കെ ഓക്കെ ആയിരുന്നോ? പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അത് നിന്റെ വീട് പറയാം, ഞാൻ എന്റെ വീട് പറയാം. അല്ല, എന്റെ വീട്ടില് പ്രശ്നമുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ അമ്മയോട് പറഞ്ഞു. അമ്മക്ക് ഓക്കെ ആയിരുന്നു. അമ്മ പിന്നെ പതിയെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അവളുടെ ഇഷ്ടമാണ്. അമ്മക്ക് ഇവള് എന്റെ ഫോട്ടോ കാണിച്ചപ്പോ അമ്മ മനസ്സിലായി ഇവക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ചെറുക്കനായവൻ. അപ്പൊ ഓക്കെ, എന്താ പ്രശ്നം? അല്ല, അമ്മ അച്ഛനോട് പതിയെ കാര്യങ്ങൾ പറഞ്ഞു അവളുടെ ഇഷ്ടമാണ്. അപ്പം നമുക്കത്
എതിർപ്പൊന്നും പറയാതിരുന്നാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികളാണ് ചിലപ്പോൾ ഇറങ്ങി പോയോ അങ്ങനെയൊക്കെ. എവിടെ എനിക്ക് ജോലിയില്ല, എവിടെ ഇറങ്ങിപ്പോ. അല്ല, അവരുടെ കൺസേൺ ആണല്ലോ അതൊക്കെ. അങ്ങനെ ചെയ്താലോ അങ്ങനെ അതൊക്കെ ആയിരിക്കണം. ഞാൻ പറയാ, എനിക്കറിയില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ അത് തന്നെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പൊ ഞാൻ അവിടെ എൻ്റെ ഫാദർ ആ സമയത്ത് ഇല്ലായിരുന്നു, അമ്മയായിരുന്നു, അമ്മയും ചേട്ടനായിരുന്നു. അപ്പം അമ്മ ഉണ്ടാകുമ്പോഴേ അമ്മക്ക് വേറെ കുറേ ആളുകളെ നോക്കണമല്ലോ, അമ്മയുടെ വീട്ടുകാർ, അമ്മാവന്മാർ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ട കാര്യമുള്ളൂ, ഇൻ കേസ് എനിക്ക് നല്ല ജോലി കിട്ടി, ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിലായി കഴിഞ്ഞ് ഞാൻ അവിടെ ഉള്ളൊരു മദാമിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ വളരെ സന്തോഷമുണ്ട്, മദാമിനെ കിട്ടിയിരിക്കുന്നത്, അവൻ്റെ സ്റ്റേറ്റസ് നോക്കിയെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, മദാമിയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സാധാ ലോക്കൽ മദാമിനെ തന്നെ കിട്ടിക്കോളാം. ഞാനത് ഇത് ശരിക്കും ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്. അപ്പം അവർ ശക്തമാണെന്ന് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു, ഇനി ഇവനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇനി എന്തായാലും നിങ്ങൾ നോക്കുക എന്നുള്ള ഒരു രീതി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് തന്നെ ഞാൻ പറയുന്നത്. ഞാൻ സെലക്ട് ചെയ്ത ഒരാളാകുമ്പോൾ അവളുടെ അടുത്ത് 2 അടി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ സെലക്ട് ചെയ്തല്ലേ, അപ്പം അത് വാങ്ങണം. നിങ്ങൾ അറേഞ്ച് ചെയ്ത പെങ്കൊച്ച എന്നെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കും അവളോട്. ഇതിപ്പോ നമ്മുടെ ആളാ, അവള് ഇടിച്ചാലും തൊഴിച്ചാലും ഞാനത് നമ്മുടെ ആളാണല്ലോ, അയച്ചോന്ന് പറയും. അപ്പൊ അങ്ങനെയായിരുന്നു നിങ്ങൾ ഒന്നിച്ചത്. അപ്പൊ എപ്പോഴായിരുന്നു കല്യാണം? ഏത് വർഷമായിരുന്നു? 2014. ഡേറ്റ് പറ. നവംബർ ഡേറ്റ് 9. അതൊക്കെ ഓർമ്മയുണ്ട്. ഓർമ്മയില്ലാതിരിക്കോ പിന്നെ? അങ്ങനെ മറക്കുന്ന കൂട്ടത്തിലാണോ ഡേറ്റ്? അല്ല, ഞാൻ മറക്കില്ല, മറക്കില്ല. ഇവളെ ഓർമ്മിപ്പിക്കുമ്പോഴൊന്നും ഞാൻ മറക്കാറില്ല. അപ്പൊ ഇവിടെ ആയിരുന്നു ശരിക്കും ഡേറ്റ് നമ്മൾ ചോദിക്കേണ്ടത്. അതുകൊണ്ടല്ലേ ആദ്യം പറയിപ്പിച്ചത്, അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരില്ലേ ചോദ്യം. ശരി, ഈ ബുദ്ധി, ഈ തല നിറച്ച ബുദ്ധിയാണല്ലോ. ഇവളാണ് എന്നെ ഈ ബുദ്ധിയൊക്കെ പഠിപ്പിച്ചത്. അപ്പോ ഈ കണ്ടന്റ് ക്രിയേഷൻ ഇതിലോട്ട് എപ്പോഴാ ഈ കണ്ടന്റ് ക്രിയേഷനിലോട്ട് പോവാൻ ഉള്ള ഒരു ഐഡിയ ആരുടെ ആയിരുന്നു? ബുദ്ധിമാന്റെ ഐഡിയ തന്നെയായിരുന്നു? ബുദ്ധിമാന്റെ ഐഡിയ അല്ല, അങ്ങനല്ല. ഞാൻ പിന്നെ ഇത് കഴിഞ്ഞു ജോലിക്ക് കയറിയപ്പോഴും നമ്മൾ പഠിച്ച ജോലിയല്ല എനിക്ക് കിട്ടിയത്. മീൻസ് ഞാൻ മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് ആയിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്ന ഫ്രീറ്റ് ഓപ്പറേഷൻസാണ്. അപ്പോഴും നമുക്ക് ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, എന്തെങ്കിലും വീഡിയോ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ, സിനിമ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോഴങ്ങനെ ഞാൻ കുറച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് അതിലൊരാൾ ഒരു ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്കിത് ചൂണ്ടാം. അങ്ങനെ അത് നമ്മളറിയാമല്ലോ, ചൂണ്ടുന്ന ആളുകളുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വ്യൂസ് ഇല്ലാത്തൊരു ഇംഗ്ലീഷ് മനസ്സിലാവാത്തൊരു സാധനം എടുക്കുക, അത് അതുപോലെ എടുത്ത് മലയാളീകരിച്ച് നമ്മളങ്ങനെ ചെയ്തു. അങ്ങനെ ആ വീഡിയോ ഞങ്ങൾ ചെയ്തത് പോസ്റ്റ് ചെയ്തപ്പം എല്ലാ ഭാഗത്തുനിന്നും, അതായത് നമ്മുടെ നാട്ടിൽ നിന്നും അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ബാംഗ്ലൂർ പഠിച്ച ഫ്രണ്ട്സൊക്കെ നല്ല തെറി, വളരെ മോശം. ചില ആളുകളൊക്കെ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടുമുണ്ട്. അപ്പൊ അത് ഭയങ്കര ഫസ്റ്റ് പണ്ടത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞങ്ങള്. അങ്ങനെ പിന്നെ നിന്നപ്പോഴാ അപ്പൊ എല്ലാവർക്കും അയച്ചു കൊടുക്കും ഞങ്ങള്. മോഹൻലാലിന് അയച്ചു കൊടുക്കുന്നത് മമ്മൂട്ടി എങ്ങനെ കണ്ടാലോ, മമ്മൂട്ടിയൊക്കെ ഞങ്ങൾക്ക് ഇത് പണ്ട് ഒരു 6 വർഷം 16 ആ സമയത്ത് 9 വർഷം ആ സമയത്ത്. അപ്പൊ ഇത് ചെയ്യുന്നു. അപ്പം മോഹൻലാലിനെ അയക്കുന്നു, മമ്മൂട്ടിക്ക് അയക്കുന്നു, പൃഥ്വിരാജിനെ അയക്കുന്നു, ദിലീപിനെ അയക്കുന്നു, രാജോസിനെ അയക്കുന്നു. എല്ലാവരും നമ്മൾ വിചാരിക്കുന്നത് എന്താ, പെട്ടെന്ന് ഒരു ദിവസം മോഹൻലാൽ ചുമ്മനെ കൊള്ളാ കേട്ടോ, നന്നായിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ മമ്മൂട്ടിയൊക്കെ വിളിച്ചിട്ട് കൊള്ളാം നന്നായി എന്നൊക്കെ നമ്മളങ്ങനെ വെക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടറൊക്കെ വിളിച്ചിട്ട് നമ്മൾ വിളിച്ചിട്ട് അടുത്ത പടത്തില് നീ ഉണ്ട്, അടിപൊളി സാധനം എന്ന് പറയാം. പക്ഷേ ഇത് എല്ലാവരും ആബാലവൃദ്ധം ജനങ്ങൾ നമ്മളോട് ചോദിച്ചു, വേറെ പണിയില്ലേ? പക്ഷേങ്കിൽ ഒരു ഡയറക്ടർ മൂപ്പരുടെ പേര് പറയുന്നില്ല. അപ്പം മൂപ്പർ എന്നോട് പറഞ്ഞു, മൂപ്പര് ഒഴിവാക്കാൻ പറഞ്ഞായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടാണ് പേര് പറയാത്തത്. മൂപ്പര് പറഞ്ഞു കൊള്ളാം, അഭിനയിച്ചോളൂ, നിങ്ങൾക്കൊരു ചെറിയൊരു ഭാവി ഉണ്ടെന്നാണ്. ഒട്ടനെ അത് കേട്ടപ്പം ഉടനെ അടുത്ത് എഴുതി നമ്മൾ ഫുൾ സെന്റിമെന്റൽ, ഒരാളുകളെ കരയിക്കണം എന്നുള്ള രീതിയിൽ. ആളുകളെ കരയിക്കാൻ എന്ത് ചെയ്യും, ഒരാൾ മരണപ്പെടണം, വേറെന്ത് ചെയ്യുക. അപ്പോൾ ഉടനെ ഒരു സംഭവം എഴുതി, നിഷ്കളങ്കനായ ഒരു ഭർത്താവ്, അവൻ്റെ ഭാര്യ മരണപ്പെടുന്നു, അത് അവനറിയാതെ വേറെ ആളാണ്. ഭയങ്കര സംഭവം. അത് നമ്മൾ ഷൂട്ട് ചെയ്തു.
ഷൂട്ട് ചെയ്ത് അത് ഇറങ്ങിയപ്പോൾ ആളുകൾക്കൊന്നും വലിയൊരു റെസ്പോൺസ് കാണുന്നില്ല. അപ്പോൾ ആളുകളൊക്കെ എന്തെടാ നീ യൂട്യൂബിൽ ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് എന്തോരു വൃത്തികേടാ നീ ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവളെ നീ കോമഡി നോക്ക്, ഇവരൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞ കോമഡി ഇതിപ്പം കരഞ്ഞിട്ട് ആളുകൾ തെറി വിളിക്കുക, ആഞ്ഞും കരയായിരുന്നു മറ്റേ വീഡിയോയിലൊക്കെ. അതിൽ പോലും ആളുകൾക്ക് ഒരു ഇമ്പ്രസ്ഡ് ആവുന്നില്ല. പിന്നെ ഇങ്ങനെ തമാശയൊക്കെ ചീത്തയുടെ അമ്മ തമാശക്കാണ് ഇപ്പം മാർക്കറ്റ് എന്നാവും പറഞ്ഞു. അപ്പോൾ ഉടനെ തമാശ ഉണ്ടാക്കാൻ വേണ്ടി തമാശ എങ്ങനെ ഉണ്ടാക്കും, ഇത് വല്ലതും അറിഞ്ഞിട്ടുണ്ട് തമാശ ഉണ്ടാക്കുക. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ ഞാനും ഇവളും ഒരു ഗ്രിൽഡ് ചിക്കൻ എങ്ങനെ പോയപ്പോൾ ഇവളെന്തോ ഒരു കാര്യം പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ അയാളങ്ങ് ചിരിച്ചു. അപ്പം ഞാൻ അത് കൊള്ളാലോ പരിപാടി. അത് ഞാനൊരു സ്ക്രിപ്റ്റാക്കി എഴുതി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ചെയ്തു, ഒരുമിച്ചുള്ള വീഡിയോ. ചേച്ചിനെ എങ്ങനെ കൺവിൻസ് ചെയ്തെടുത്തു വീഡിയോ ഇഷ്ടമില്ലാത്ത ആളെ? അല്ല ഇവക്ക് എന്നോട് ശത്രുത ഉണ്ടെങ്കിലും ഞാൻ പറയുന്നൊക്കെ ഇവക്ക് ഇഷ്ടമാണ്. താല്പര്യമാണ്. ഇവള് വിചാരിച്ചു ഇവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ആ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ ആ ഒരു അതെ ആ ഒരു കുറ്റബോധം ഉണ്ട്. അപ്പൊ അവള് പിന്നെ അവള് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് വീഡിയോ ഞങ്ങള് കണ്ടപ്പോ ഭയങ്കര ബോറായി. അപ്പൊ ഞാനത് അപ്ലോഡ് ചെയ്യുന്നില്ല, ഫേസ്ബുക്കിലായിരുന്നു അല്ലേ. അപ്പൊ എന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തപ്പോ ഫ്രണ്ട് എന്നോട് പറഞ്ഞു എടാ കൊള്ളാം ചിരിക്കാനുണ്ടെന്ന് പറഞ്ഞു. നിങ്ങക്ക് ഇഷ്ടപ്പെടാത്തതാ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു അല്ലേ? അല്ല ഞങ്ങളെ വീഡിയോസ് പിന്നെയും കാണുന്ന ഒരു രീതിയില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ നമ്മൾ അത് ഇങ്ങനെ എഴുതി അത് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര അടിയായിരിക്കും. അവിടെ വീട്ടില് വൻ അടിയാ, ഭയങ്കര അടിയായിരിക്കും. അപ്പൊ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് റീടേക്ക് പോകുന്നതിനാണോ അടി ഉണ്ടാവുന്നത്? റീടേക്സ് ഒരുപാട് പോകാറില്ല. ഈ വീഡിയോ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടിയായ വീഡിയോ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് നല്ലോണം പോകുന്നത്. അത് കാണാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഇവള് ദേഷ്യപ്പെട്ട് കരയും. കരഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ഉറപ്പാ. ഇവള് എന്നെയും കരയിക്കും കേട്ടോ. ദേഷ്യം വല്ലാതെ പിടിപ്പിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോ അന്നത്തെ ദിവസം വീഡിയോ ചെയ്യില്ല. പിന്നെ അന്ന് അടുക്കള അവധി, കക്കൂസ് അവധി. അടുക്കള ഉണ്ടെങ്കിലല്ലേ കക്കൂസ് ഉള്ളൂ. ഇതെല്ലാം അവധി. പിന്നെ നമ്മള് അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ് പോയി അവരെ വിളിച്ചു, അവരെ സംസാരിച്ചു. പിന്നെ ആ ഫുഡ് ഞാൻ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഫുഡിന് വല്ല കുറ്റം ഇവള് കണ്ടുപിടിക്കും. അവിടുത്തെ ബിരിയാണി മരിഞ്ഞില്ല, നേരത്തെ ബിരിയാണി മരിഞ്ഞില്ല, അതിനുള്ള അടി. അങ്ങനെ ഒരു ചിലപ്പം അടുത്ത ദിവസമായിരിക്കും ഷൂട്ട്. അടുത്ത ദിവസം നമ്മളെല്ലാം പറഞ്ഞു സോൾവ് ഇന്നൊന്നുമില്ല, നമ്മൾ നല്ല രീതിയിൽ എടുക്കുന്നു. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഇത് ഷൂട്ട്. എന്നിട്ട് അത് ഫ്രണ്ട് കാണിച്ചു. ഫ്രണ്ടിനോട് നീ ഒരിക്കലും അവ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അവൻ പറഞ്ഞാൽ നിന്നെ ഒരു പട്ടിക്കും അറിയില്ല, നീ ഒരു കുഞ്ഞിനും പട്ടിക്കും അറിയില്ല, നിന്നെ മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ ഒരു പൂച്ചക്കും പട്ടിക്കും അറിയില്ല. അപ്പൊ പിന്നെ നീ ഒരു വീഡിയോ ഇട്ട് ആരും കണ്ടില്ലെങ്കിൽ അത്രയും നല്ലത്, നമ്മളല്ലാതെ പറയുന്നത്. പക്ഷേ ആ വീഡിയോ ഞാനൊരു 2-2.5 ആഴ്ച ഇങ്ങനെ ആലോചിച്ച് പിന്നെ ഇട്ടു. ആ വീഡിയോ നന്നായിട്ട് പോയി. എനിക്കൊന്ന് ആ വീഡിയോ ഒരു 3-5 ലക്ഷത്തോളം ആളുകൾ കണ്ടു ഫസ്റ്റ് വീഡിയോ. അതെന്തോ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഇവളുടെ ഗുണം. ഇവൾ ഇപ്പോഴും പറയും ഇവൾ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം പോയി. അത് പോയപ്പോഴാ എന്നോട് ആരോ പറഞ്ഞു എടാ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് തുടങ്ങിക്കോ, യൂട്യൂബ് പൈസ കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം. അങ്ങനെ യൂട്യൂബിൽ ചെയ്തു. അപ്പൊ യൂട്യൂബിൽ എത്ര ഒരു 2 ലക്ഷം അങ്ങനെ എന്തോ ആള് പിന്നെ കണ്ടു. അപ്പോൾ ഒന്നിറക്കിയപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ആവേശമായി. ഉടനെ ഞങ്ങൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റേറ്റസ് കണ്ടു, ഒരു ചെക്ക് ഇൻ സ്റ്റേറ്റസ് കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്തൊരു കോണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലായി. അത് വെച്ചിട്ട് അടുത്ത വീഡിയോ എടുത്തു. അതും കുറച്ച് നന്നായിട്ട് പോയി. ഈവൻ ആരെക്കുറിച്ചാണ് ആ വീഡിയോ എടുത്ത് അവൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നെ നല്ല കോമഡിയുടെ. അന്ന് പോലെ ഈ ആക്ഷേപഹാസ്യം ആ ഒരു തീമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പം ഞങ്ങൾ വീഡിയോസ് നേരത്തെ പറഞ്ഞ ഞങ്ങൾ ഡെയിലി വ്ളോഗ്സ് ചെയ്യാറില്ല, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, കുക്കിംഗ്, മറ്റേ റിവ്യൂ അതൊന്നും ചെയ്യാറില്ല. പക്ഷെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ടാവല്ലോ, ചില ആളുകളെ കുറ്റം പറയുന്നു, നമ്മൾ എല്ലാം തികഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കുറ്റം പറയുന്നുണ്ടാവും. അതൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ എടുക്കാറ്. നമ്മൾ പറയണം അല്ലെങ്കിൽ അതിനൊരു ചെറിയൊരു ആക്ഷേപം. പിന്നെ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ എന്തായാലും ഇപ്പൊ ശ്രീനിവാസനൊക്കെ വന്ന സ്ഥലമല്ലേ, അപ്പൊ അത് നമുക്ക് അതിനോടൊരു താല്പര്യമുണ്ട്. ഈ പറയുന്ന പോലെ വീഡിയോസോ അങ്ങനത്തെ ഒരു ഇതില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് അഭിനയിക്കാന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈസി ആയിരുന്നു അഭിനയിക്കുന്നതൊക്കെ. ഇപ്പൊ അഭിനയിക്കുന്നില്ലേ?
ഇല്ല സൈലന്റ് ആയിട്ടിരുന്നു. അങ്ങനെയല്ല, ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു, പിന്നെ കൊറേ മാറ്റി ഇപ്പോഴും അറിയൊന്നുമില്ല. അതിനുവേണ്ടി അല്ലാതെ ഈ വിനയം എന്ന് പറയുന്നത് ഇവള് വരുന്ന വഴിക്ക് ഒരു ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു വിനയം വരാൻ വേണ്ടിട്ട്. ഭയങ്കര വിനയ. അല്ല ഇപ്പോഴും അറിയില്ല. കൂടുതൽ പേരൊക്കെ മാറ്റാനുണ്ട്. ഇപ്പോഴും നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ എപ്പോഴും അടിയാ. കുറച്ചുകൂടി ചെരിഞ്ഞ മോഹൻലാൽ അല്ലേ? അല്ലേ? അല്ല അങ്ങനെ ഇപ്പൊ എനിക്ക് ഇപ്പോഴും അറിയൊന്നുമില്ല സത്യത്തില്. ഇപ്പോഴും എന്നോട് പറയാം അങ്ങനെയല്ല, കുറച്ച് ഇത് മാറ്റി പിടിക്കണം, അങ്ങനെ അങ്ങനെ. മോൾക്ക് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? മോളെ പക്ഷെ നന്നായിട്ട് നമ്മള് നോക്കണം. അവളുടെ ഇങ്ങനെയാണ് നീ അത് ചെയ്യ്. കുറച്ച് മുന്നേ വരെ അവളുടെ മൂഡ് നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പിന്നെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പക്ഷെ അവള് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാ. ഇപ്പം ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നും ഇപ്പൊ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് ആ കാര്യം അല്ല ഡയലോഗ്സ് ഒക്കെ എപ്പോഴും അവൾക്ക് ബൈഹാർട്ടാ. ജാൻവി ഇവിടെ നാട്ടില് വന്നിട്ട് എവിടൊക്കെ പോയി ഇപ്പോ? ഗുരുവായൂരില്ലേ? ആ പിന്നെ ഇവിടെ വരുമ്പോ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെ? എന്താ അവൾക്ക് കൂടുതൽ ഇഷ്ടം ഇവിടെ വരുമ്പോ ചെയ്യാനായിട്ട്? അല്ല നാളെ അവൾക്ക് ഇഷ്ടമല്ല. കാരണം ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവില്ല, അതൊന്നും അവൾക്ക് കണ്ടൂടാ. അവള് ഫുൾ ടൈം ഞാൻ എടുത്തിട്ട് ഇരിക്കണം, നടക്കുകയേ ഇല്ല അവള്. പേടിയല്ല, ബെഡിന്റെ മുകളിൽ ഇറങ്ങില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടന്റ്സിലൊന്നും ആരാണ് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് നമുക്കും ഈ കാണുന്നവർക്കും എല്ലാം മനസ്സിലാവും നിങ്ങൾ ആരെ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യലി കണ്ണുകൊണ്ടുള്ള ആക്ഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ മാനറിസംസ്, ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തേക്കുന്ന കണ്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഈ കണ്ടന്റ് ക്രിയേഷനിലോട്ട് വന്നതിന് ശേഷമാണോ ഈ ഇമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ പഠിച്ചത്? അതോ പണ്ടേ ഇതൊക്കെ ഉണ്ടോ കയ്യില്? അല്ല പണ്ട് മിമിക്രി പരിപാടി ഉണ്ടായിരുന്നു പണ്ട്, പക്ഷെ അതൊക്കെ ഫ്ലോപ്പായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നത് മൂപ്പരുടെ വീഡിയോസ്, പറയുന്ന മൂപ്പരുടെ വീഡിയോസ് പണ്ട് തൊട്ടേ കാണുന്നതാണ്. അപ്പൊ ആ സ്റ്റൈല് നമുക്ക് ഇഷ്ടമുള്ളതാണ്. മൂപ്പര ഇച്ചിരി തമാശയൊക്കെ വെച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഈ ഒരു ഫുഡിനെ കുറിച്ചൊക്കെ പറയുന്നൊക്കെ നമുക്ക് രസമായിട്ട് തോന്നുന്നതാണ്. ഈ പർട്ടിക്കുലർ വീഡിയോ നമ്മൾ എടുക്കുന്നത് അന്നേ ദിവസം രാവിലെ ഞങ്ങളൊരു വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു ചെറിയൊരു രസം. നമ്മൾ ചില ഇപ്പം ഇൻ കേസ് മൂപ്പരുടെ വീഡിയോ കാണാത്ത ആളും ചിലപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ അവളുണ്ടാക്കിയ ഒരു ഫുഡിനെ കുറ്റം പറയുന്നു. അപ്പം അവള് തിരിച്ച് പറയുമ്പോൾ എനിക്കത് പറ്റുന്നില്ല എന്നുള്ള ആ ഒരു ചെറിയൊരു നമ്മുടെ ചെറിയൊരു കുഞ്ഞൊരു കുശുമ്പ് ഉണ്ടാവില്ലേ, കുശുമ്പ് എന്നാണ് ഞങ്ങൾ കണ്ണൂരിൽ പറയാം. ആ കുശുമ്പിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അല്ലാതെ മൂപ്പരെ ടാർണിഷ് ചെയ്യാനോ അല്ലെങ്കിൽ മൂപ്പരെ ഇമിറ്റേറ്റ് ചെയ്ത് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് അത് ചെയ്യുമ്പോഴും അത് മൂപ്പരെ പോലെ ഉണ്ടെന്ന് കമന്റ് വരുമ്പോഴാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നത്. അല്ലാതെ മൂപ്പരെ അങ്ങനെ കാണിക്കണം എന്നൊന്നും വിചാരിച്ചില്ല. ഫ്രെയിം വെക്കുമ്പോൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇപ്പോഴും ആ മൂപ്പരെങ്ങനെ ആ ഫുഡിനെ പിന്നെ എൻജോയ് ചെയ്യുന്നു, ആ ഒരു ഫുഡിന്റെ എല്ലാ സ്പൈസസും മൂപ്പര് എങ്ങനെ അതിന്റെ മൂപ്പര് പുള്ളിയുടെ കുറച്ച് മാനറിസംസ് ഒക്കെ മണം നോക്കും. പിന്നെ മൂപ്പര് ആ ഒരു ചോറ് കുഴക്കുന്നത് തന്നെ ഭയങ്കര രസമുള്ള രീതിയാണ്. നമുക്ക് കൊതി വരും, അതൊരു കലയാണ്. ഇങ്ങനെ കൈ പിടിച്ചു നമ്മൾ ഒരിക്കലും അങ്ങനെ കഴിക്കില്ല. അത്തരം ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. കണ്ണടച്ചിട്ട് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ നമ്മൾ സാധാരണ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനൊന്നും ഒരിക്കലും കഴിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് എന്ന് പറയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു, ഞാനിങ്ങനെ ഇവളോട് പറയുന്നത് നമുക്ക് അവിടെ പോയിട്ട് ഒരു ഫുഡ് കഴിക്കണം. അപ്പൊ ഇവക്ക് പിന്നെ ധൈര്യം കൂടുതലായതുകൊണ്ട് ഇവിടെ അയ്യോ അവിടെ പോവല്ലേ, അല്ല അതുകൊണ്ടല്ല, അങ്ങനെ ചിലപ്പോ എടുക്കുന്ന രീതി വേറെ ആയിരിക്കുമല്ലോ. അല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു കാര്യം 2 രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ എടുക്കുന്നത് ഒരു കൈൻഡ് ഓഫ് റോസ്റ്റിംഗ് പോലെ ആണെങ്കിലും അത് ഒരാൾക്ക് വിഷമം വരുന്ന രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്യുന്നത്. ആ ഒരു സ്ഥാപനത്തെ കുറിച്ചോ അദ്ദേഹത്തെ കുറിച്ചോ ഒന്നും നമ്മൾ പറയുന്നില്ല. അതെന്താ കാരണം വെച്ചാൽ അതൊരു ചെറിയൊരു നമ്മളെല്ലാ വീഡിയോസിലും ഒരാളുടെ സ്വഭാവത്തിനെയാണ് എടുക്കാറ്, അല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. ചില ആളുകളൊക്കെ പേഴ്സണലി മെസ്സേജുണ്ടാവും, മൂപ്പരിക്കങ്ങ് മൂപ്പരങ്ങ് അങ്ങനെയൊന്നുമില്ല. മൂപ്പര് നമ്മുടെ ശത്രു അല്ലെ, മൂപ്പര് എന്റെ കണ്ണിൽ പൊടിയിടുവോ അല്ലെ, മൂപ്പര് മുളക് വാരി എറിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല ഫാമിലി വ്ളോഗേഴ്സും അല്ലാത്ത വ്ളോഗേഴ്സും അവരുടെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ചിലർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കാം, ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള വ്ളോഗേഴ്സ് കാണും.
അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള റെസ്പോൺസ് എങ്ങനെയാ? എല്ലാ കാര്യങ്ങളും ആളുകൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം എന്നില്ലല്ലോ. അപ്പൊ ഇവരുടെ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജസോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഏതെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വിളിച്ചിട്ട് അത് മോശമായി പോയിന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു അവരുടെ റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഇപ്പോഴും ഈ പറഞ്ഞ ചില ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അല്ലെ, അവർ അങ്ങനെയല്ലേ അവരെ വിളിക്കുക, അതെ 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 വീട്ടിലെ കാര്യങ്ങൾ പറയാം. അതെ അതെ അതെ. ഇപ്പം ഞാൻ പലതവണ, അത് ചിലപ്പോൾ എൻ്റെ വിവരമില്ലായ്മയായിരിക്കും, ഞാൻ പലതവണ ചില വീഡിയോസ് കാണാറുണ്ട്. ഒരാൾക്ക് അസുഖം ബാധിച്ച് കിടക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പം അയാളെക്കുറിച്ച് നമ്മൾ ജെന്യൂനായിട്ട് ഞാൻ പറയാണ്, ഇന്ന ആൾക്ക് ഇന്ന രോഗമാണ്. ആ സമയത്ത് നമുക്ക് എന്തിനാ ഈ ബാക്ക്ഗ്രൗണ്ട് BGM? നമ്മൾ അവിടെ KGF BGM ആയിരുന്നു കുറേ കാലം നടന്നുകൊണ്ടിരുന്നത്, മറ്റേ അമ്മയെ കാണുന്നത്. അപ്പം ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഇതാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു BGM ഇട്ടിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ നമ്മൾ ചില ആളുകൾ ഞങ്ങളുടെ പേര് പോലും പറയുന്നില്ല. ചില ആളുകൾ എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു രീതിയിലാണ് അവരുടെ ചിലപ്പം അവരുടെ ഫാമിലി ഇഷ്യൂസ്. അതൊന്നും നമ്മളങ്ങനെ, എനിക്കറിയില്ല, ഇനിയിപ്പോൾ അങ്ങനെ കാണിക്കുന്ന ആളുകളുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ മകളാണെങ്കിൽ ഞാൻ അവളെ വിളിച്ചിട്ട് സംസാരിച്ചാൽ മതി, മോളെ ഈ ചെയ്യുന്നത് വളരെ മോശമാണ്, നീ വാ നമുക്ക് ഇരുന്ന് സംസാരിക്കാന്ന് പറയുന്നതിന് പകരം നമ്മൾ ചിലപ്പോൾ അതൊരു എപ്പിസോഡുകളാക്കി കാണിക്കുന്നതിനോട് ചിലപ്പോൾ നല്ലതായിരിക്കും. നമ്മളെല്ലാ കാര്യങ്ങളും പിന്നെ എന്താ നമ്മുടെ റിവ്യൂസ് ഓഡിയൻസ് അറിയണമെന്ന് പറയുന്നത് പോലെ. അപ്പം ഈ ഓഡിയൻസ് മനസ്സിലാക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു പൈസയുണ്ട് അല്ലേ, നമ്മൾ വെറുതെ ചെയ്യുന്നതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വീഡിയോ എടുത്തിട്ട് എൻ്റെ മകൾക്കോ അല്ലെ എൻ്റെ അച്ഛനോ അല്ലെ എൻ്റെ സഹോദരനോ അല്ലെ എൻ്റെ അയൽവക്കക്കാരനോ അയച്ചു കൊടുത്താൽ മതിയല്ലോ. നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നീ പോടാ പോയി പണി നോക്കടാന്നൊരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടാൽ മതി. അപ്പം മോണിറ്റൈസേഷൻ നമുക്ക് ഓഫ് ചെയ്യാം. എല്ലാം ഓഡിയൻ അറിയണമെന്ന് പറയുമ്പോൾ ഇന്ന വീഡിയോക്ക് എത്ര രൂപ വന്നു എന്ന് കൂടെ ഓഡിയൻ അറിയണം അല്ലേ, അല്ലേ, നമ്മളൊരു പൈസക്കാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ അവസാനമോ അതിൻ്റെ തുടക്കത്തിലോ നമ്മളൊരു പ്രൊഡക്റ്റിനെ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നു. അപ്പം അതെനിക്ക് തോന്നുന്നു അത് മോർ ദാൻ എൻ ഇമോഷൻ ഓർ ഫീലിംഗ്, അതൊരു ബിസിനസ് ആയിരിക്കാം അല്ലേ. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അതാണ് ഞങ്ങൾ അത്തരം വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഒരാൾ ഗർഭിണിയായാൽ അപ്പം തുടങ്ങുന്നൊരു കോണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതൊരു വളരെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കോണ്ടന്റ്, അപ്പം ചിലപ്പം വല്ല PCOD വല്ല കാര്യങ്ങളും കാരണം ഗർഭം ആവാതെ ഇച്ചിരി ഡിലേ ആവുന്ന പാവപ്പെട്ട ആളുകൾക്ക് കോണ്ടന്റ് ഉണ്ടാക്കണ്ടേ. അപ്പം ഇത് അങ്ങനെ ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. നിങ്ങളിങ്ങനെ ഗർഭം ഉണ്ടാക്കിയ ഒരു കോണ്ടന്റാണ്. പിന്നെ ഫുൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും റോട്ടിൽ പോയിട്ട് ഡാൻസ് ചെയ്യുക, ഇതൊക്കെ ചെയ്തോ, ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഫ്രീഡം ഉണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കുക, അതിന് താഴെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുക. കുഞ്ഞ് അറിയുന്ന പോലും ഇല്ല, ആ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ തെറി, ആ കുഞ്ഞിൻ്റെ അമ്മയെക്കുറിച്ച് തെറി പറയാ. അപ്പോൾ അതിന് നമ്മൾ തിരിച്ച് പിന്നെ ചീത്ത പറയാ. അപ്പം ഈ നെഗറ്റിവിറ്റി മാത്രമാണ് അതിൻ്റെ അകത്ത് സ്പ്രെഡ് ആകുന്നത്. അത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടന്റ് ചെയ്യുമ്പോൾ ഈ ആളുകൾക്ക് ഒരു ഓഡിയൻസ് കാണുമല്ലോ, ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് ശപിക്കും. അത് അവരുടെ ഫേവറേറ്റ് ഫാമിലിനെയൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടൂലല്ലോ. ഞങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ പിന്നെ വളരെ ഡയറക്റ്റ് ആയിട്ട് കുറെ ആൾക്കാർ, മീൻസ് അവരല്ല, അവര് കാണുന്നുണ്ടോ ഇല്ല ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഒരാളെന്നല്ല എപ്പോഴും ആ ഒരു കളക്റ്റീവായിട്ട് ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളെയാണ് നമ്മൾ. അപ്പം ചില ആളുകൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പിന്നെ പറയും, നിങ്ങൾക്കറിയില്ല, നമ്മൾ മറ്റേതിൽ പോലെ നിങ്ങളും ഒരു അച്ഛനും അമ്മയുമാണ് കുഞ്ഞിനെയൊക്കെ പറഞ്ഞു നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും. അപ്പൊ അതൊക്കെ അങ്ങനെ പറയും. അതിപ്പം അത് അവരുടെ സെൻസിബിലിറ്റി, അവരെങ്ങനെ അതെടുക്കുന്നു എന്നുള്ളത്. മോളെയൊക്കെ പറയുമ്പോഴത്തേക്കൊക്കെ ചേട്ടൻ അത് പിന്നെ ഇതൊക്കെ ചേച്ചിക്കപ്പോ അതെങ്ങനെ ചേട്ടനേക്കാൾ ധീര്യ വനിതയാണ് ചേച്ചി. ആണല്ലേ? ഇപ്പം ചേച്ചി പിന്നെ ഒന്നും മിണ്ടില്ല, ഞാൻ മിണ്ടും, ഞാൻ തിരിച്ചു പറയും. പിന്നെ ആരെങ്കിലും വളരെ മോശം തെറി പറഞ്ഞു ഞാൻ ഇപ്പം പൊതുവേ ഞങ്ങളുടെ കമന്റ്സ് ഒക്കെ നോക്കുന്നത് അംബിക. ചീത്ത കമന്റ്സ് ഒക്കെ വരുമ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര താല്പര്യമാണ്. അത് ഞാൻ തിരിച്ച് പണ്ടൊക്കെ പിന്നെ യൂട്യൂബിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ കായംകുളത്ത് പോയിട്ട് ആരെയോ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പേരിൽ കായംകുളത്തൊരു കായംകുളത്തില്ലേ ഒരു പോലീസ് കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര കേൾക്കാൻ ഇഷ്ടമാണ്. ഇതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കി ആയിരിക്കുമല്ലോ, ചിലപ്പോൾ എന്നെ പോലത്തെ ആളെ ആരെങ്കിലും അവർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവരങ്ങനെയൊക്കെ പറയും. അപ്പം അവര് എല്ലാ വീഡിയോക്ക് താഴെ വന്നിട്ട് ഒരിക്കൽ ഏതോ ഒരു പെൺകുട്ടി ഒരു മെസ്സേജ് അപ്പോൾ താഴെ, ഇവന്റെ ചിരിയിൽ വീഴരുത് സഹോദരി എന്ന്. അപ്പൊ സഹോദരൻ എല്ലാ സ്ഥലത്തും, പിന്നെ അതൊരു നല്ല എളുപ്പമുള്ള പരിപാടിയാണല്ലോ. ഇന്ന ആൾക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
പക്ഷേ അത് ഒരു പാവപ്പെട്ട ഒരുത്തനാണെന്ന് തോന്നുന്നു. അവൻ ഒരുപാട് ഉപദ്രവമൊന്നും ചെയ്യില്ല. ഒരു 10 വീഡിയോ 12 വീഡിയോക്ക് താഴെ ഇങ്ങനെ കമന്റ് ഇട്ട് പോയി കുറച്ചു കാലം മുമ്പേ. ഇങ്ങനെ കുറെ ആളുകളുണ്ട് അല്ലെ ടാർഗറ്റ് ചെയ്തൊക്കെ കമന്റ്സ് ഇടുന്നത്. അല്ല, അങ്ങനെ കമന്റ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. നല്ലതാണ്. കാരണം അതൊരു കോൺവെർസേഷൻ. ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഭയങ്കര തെറി വരുമോ, അപ്പം ഞാൻ അവനോട് ഒറ്റ കാര്യം പറഞ്ഞല്ലോ, നീ സ്ഥിരമായിട്ട് കമന്റ് കഴി, അങ്ങനെ ആകുമ്പോൾ എന്റെ വീഡിയോ കുറച്ചുകൂടി റീച്ച് ആവും. പിന്നെ കമന്റ് ചെയ്യുന്നില്ല, അത് മോശം പരിപാടിയല്ല. അതെ 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 അതെ. നീ തെറി വിളിച്ചോ, നീ ആരെ വേണേലും തെറി വിളിച്ചോ. ഒരു സംഭവം കിട്ടിട്ടോ, അപ്പൊ ഇവർക്ക് അതൊരു ഗുണമാണെന്ന് മനസ്സിലായി. അവ ഇരുന്ന് ചെയ്തോണ്ടിരിക്കും, അയ്യോ ഇവൻ നന്നാവും. അങ്ങനെ ഞാൻ പണിയെടുത്ത ഒരാൾ നന്നാവണ്ട. ഞാൻ പറയട്ടെ, ഒരാള് നമ്മളെ തെറി വിളിച്ചോണ്ട് നമുക്ക് എന്തേലും വരാൻ പോകുന്നുണ്ട്? ഇല്ല ഇല്ല. നമുക്ക് ഒരു പ്രശ്നമില്ല അതില്. തെറി വിളിച്ചോ, നിങ്ങൾ എന്നെ വിജിലിനോ ദിനേശനോ വിളിക്കുന്നത് പോലെയേ ഉള്ളൂ ആ തെറി. അത്രേ ഉള്ളൂ. അതിപ്പോ വലിയ കാര്യം. എവിടെയോ ഇരുന്ന് ആരോ എന്തോ പറയുന്നല്ലേ. ഫസ്റ്റ് ടൈം ഒക്കെ എനിക്കത് വിഷമായിരുന്നു. അംബികനോട് പറയും, പിന്നെ എന്താ അംബിക അമ്മ ഞാൻ മകൻ, അമ്മയും മോനും ആണോന്നൊക്കെ അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് അവരറിയാം. ഫസ്റ്റ് ടൈം ഞങ്ങള് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചോദിക്കും, അമ്മയും മോനും ആണ്, അമ്മയും മോനെ പോലെ ഉണ്ടല്ലോ കാണാൻ. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്താണെന്ന് അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവ് ഇരിക്കുമ്പം ഇത് അമ്മയാണോ, ഭർത്താവിന് ഭാര്യയേക്കാൾ പ്രായം കുറവാണെന്ന് ഒരു ജനത പറയുന്നുണ്ടെങ്കിൽ നമ്മളതിന് കൈയടിച്ച് പിന്നെ ഇതാക്കണം, വെൽക്കം ചെയ്യണം. ആദ്യത്തെ സമയത്തൊക്കെ എനിക്കതൊരു വിഷമായിരുന്നു, ആൾക്കാർ ചീത്ത വിളിക്കുമ്പോഴൊക്കെ. ഇപ്പൊ പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങില് ഞങ്ങള് അല്ല, ഞാൻ അതിനൊക്കെ വളരെ നല്ല രീതിയിലാണ് കാണുന്നത്. ഇപ്പൊ നമുക്ക് യൂസ്ഡ് ആയി അല്ലേ. അല്ല, അത് മോശമൊന്നുമല്ല, അത് ഒരാള് ചിന്തിക്കുന്നതായിരിക്കും. അതല്ല 2017 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ആ സമയം. അപ്പൊ ആ ഒരു സമയത്ത് ഒരു വിഷമം പിന്നെ ഒന്നും ഉണ്ടായില്ല. പിന്നെ